ഹായ് ഹലോ, പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പത്രമാറ്റിൽ ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾക്കൊടുവിൽ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. ദേവയാനിയുടെ രക്ഷകയായിട്ട് നയന അവതരിച്ചു. ഇപ്പോൾ നയനയ്ക്കും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇനി എന്തായാലും ദേവയാനി നയനയുടെ നന്മ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഏകദേശം രൂക്ഷമാകാതെ കെട്ടടങ്ങും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയ 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 പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നയനയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. എന്നാൽ നയനയുടെ മനസ്സിൽ ഇപ്പോഴും അമ്മ തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അമ്മ തന്നെ ചേർത്ത് നിർത്തുന്നില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടങ്ങളാണ്. അങ്ങനെ ആ സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക വന്നു. അപ്പോൾ കനകയും ആദർശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കനകയോട് ആദർശ് ഒരു കാര്യം പറഞ്ഞു. അമ്മ, ഇത് നയന ഞങ്ങളെ സഹായിച്ചതിനുള്ള പ്രതിഫലമായിട്ട് അമ്മ ഒരിക്കലും കരുതരുത്. നമ്മുടെ ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ അമ്മ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് നയന പറഞ്ഞു. അത് 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അമ്മ എടുത്തിട്ടുള്ളത്. എന്നാൽ അതൊന്നും പറ്റത്തില്ല. കാരണം അച്ഛൻ ഇങ്ങനെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പൈസ ഇല്ലാതെ അമ്മ നെട്ടോട്ടം ഓടിയത് എൻ്റെ അടുത്ത് നയന പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചെക്കപ്പും കാര്യങ്ങളും വേണമെന്നും ബൈപ്പാസ് സർജറി വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴും അമ്മയുടെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ചെക്കപ്പിനും കാര്യങ്ങൾക്കും ഒന്നിനും അമ്മ പോവാത്തതും എന്ന് നയന എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 കോടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ പൈസ അമ്മ അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ തന്നെ കറക്റ്റായിട്ട് അടച്ചോളാം, അമ്മ അത് വേണ്ടാന്ന് പറയരുത്. അപ്പോൾ നാളെ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരും. അപ്പോൾ അമ്മ ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പുറത്തോട്ട് പോയി. എന്നാൽ അതിനെപ്പറ്റി കനക നയനോട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനൊന്നും മുൻകിട്ട് നിൽക്കാത്തത്. അച്ഛന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പോലും പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പോകാത്തത് എന്ന് കനക പറയുമ്പോഴും ഒരിക്കലും ആദർശേട്ടൻ ഈ ഒരു നമ്മൾ അങ്ങോട്ട് ചെയ്ത സഹായത്തിന് വേണ്ടിയിട്ട് പ്രതിഫലമായിട്ടല്ല ആദർശേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതെന്നും ആദർശേട്ടൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു അച്ചടിച്ചതുപോലെ മുത്തശ്ശൻ തന്നെയാണ് ആദർശേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നയന തൻ്റെ കനകയോട് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഗോവിന്ദൻ വീട്ടിലോട്ട് എത്തിയത്. ഗോവിന്ദൻ തിരിച്ച് വീട്ടിലെത്തി നന്ദുവായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഗോവിന്ദൻ ഹോസ്പിറ്റലിൽ പോയ കാര്യം നന്ദു അറിയുന്നത്. അതുമാത്രമല്ല, ദേവയാനിയെ ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലോട്ട് കൊണ്ടുപോയ കാര്യവും കൂടി ഗോവിന്ദൻ നന്ദുവിനോട് പറഞ്ഞു. അപ്പോൾ സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ICUയിൽ കിടത്തുന്നതല്ലേ, പിന്നെ എന്ത് പറ്റി, അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ICUയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് മാറ്റി ICUയിലോട്ട് കൊണ്ടുപോകാണെന്നാണ് പറഞ്ഞത്, വേറെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നന്ദുവിന് ഒരു സംശയം തോന്നി. നന്ദു നേരെ ഹോസ്പിറ്റലിലെത്തി. എന്നിട്ട് ചേച്ചിയും നയനയും കനകയും കണ്ടു. എന്നിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അച്ഛൻ വന്നിരുന്നോ, അച്ഛൻ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അത് ആദർശേട്ടനാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്. ഒരിക്കലും ദേവയാനിയെ അല്ല, അത് അമ്മയല്ല ഹോസ്പിറ്റലിൽ ICUയിലോട്ട് കൊണ്ടുപോയതെന്നും തന്നെയാണ് റൂമിലോട്ട് മാറ്റിയത്. പക്ഷെ ആ സമയത്ത് അങ്ങനെ പറയേണ്ടി വന്നത് അച്ഛൻ വന്നത് കൊണ്ടാണ് അങ്ങനെ കള്ളം പറയേണ്ടി വന്നത് എന്ന് നന്ദുവിനോട് കനകയും നയനയും പറഞ്ഞു. പക്ഷെ കള്ളത്തിന്മേൽ കള്ളങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് കനക സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കള്ളം പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നയനയും പറഞ്ഞു. അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ അനിയും ആദർശും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഈ സമയത്ത് മുത്തശ്ശി ദേവയാനിയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നയന ഉണ്ടായിരുന്ന സമയത്ത് കറക്റ്റായിട്ട് ചായയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ പോലും മുത്തശ്ശിന് കിട്ടുന്നില്ല. മുത്തശ്ശൻ അത് പരാതി പറഞ്ഞില്ലെങ്കിൽ പോലും മുത്തശ്ശിന് കറക്റ്റായിട്ട് മരുന്നോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നയനയുടെ കുറവ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴും അവിടെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജാനകിയും ജലജയും ശ്രമിക്കുന്നത്. നയന മനഃപൂർവ്വമാണ് ഹോസ്പിറ്റലിൽ കയറി ഇരിക്കുന്നതെന്നും ICUവിൻ്റെ പുറത്ത് അവൾ ഇരിക്കുന്നത് തന്നെ ഇവിടുത്തെ ജോലി ചെയ്യാൻ മടിച്ചിട്ടാണെന്നും അതുകൊണ്ട് തന്നെ അവൾ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അവൾ കള്ളം അടിച്ച് അവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദർശം അനിയും വന്നതിന് ശേഷം
ദേവയാനിയുടെ ഒരു കാര്യങ്ങളെ പറ്റി ദേവയാനിക്ക് ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെയാണ്, ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജാനകിയും ജലജയും ശ്രമിച്ചു. എന്നാൽ അമ്മ ഇപ്പോൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ നയന ഇരിക്കുന്നത്, ഇപ്പോൾ മറ്റുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴും നയനയ്ക്ക് ഒരു ആപത്തും വരരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ദേവയാനിക്ക് ഒരു ആപത്തും വരരുതെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിക്കണം അല്ലെങ്കിൽ ദേവയാനി മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാൾ നയനയാണെന്നും അവൾ അതിനു വേണ്ടിയിട്ടാണ് അവിടെ കുറ്റിയടിച്ചിരിക്കുന്നത് എന്ന് സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ അനി പറഞ്ഞത് അമ്മയോ മറ്റുള്ളവരോ അങ്ങനെ സംസാരിച്ചാൽ പോലും ഒരിക്കലും നയനേട്ടത്തെ അങ്ങനെ സംസാരിക്കത്തില്ല, അത്രത്തോളം ക്ലീനാണ് നയനേട്ടത്തെ. ഒരിക്കലും ഒരാൾക്ക് നന്മ വരാൻ മാത്രമേ നയനേട്ടത്തി ശ്രമിക്കാറുള്ളൂ, അല്ലാതെ ഒരാൾക്ക് ആപത്ത് വരാൻ വേണ്ടിയിട്ട് നയനേട്ടത്തെ അങ്ങനെയൊന്നും കാണിക്കാറില്ല എന്നൊക്കെ അനി സംസാരിച്ചു. എന്നാൽ അനിയെ മനഃപൂർവ്വം നയന കൈവശപ്പെടുത്തിയിരിക്കുന്നതാണ്, അനിക്ക് കൈവശം കൊടുത്തതാണ് എന്നൊക്കെ ജാനകി പറയുമ്പോഴും അതിന് നല്ല മറുപടിയും അനി കൊടുക്കുന്നുണ്ട്. അനി അകത്ത് പോയതിനു ശേഷവും അനിയെ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നയന വീഴ്ത്തിയിരിക്കുന്നതാണ് എന്നൊക്കെ സംസാരിക്കുമ്പോഴും ആദർശ് പറഞ്ഞത്, എന്നെ അപ്പടി അച്ചടിച്ചതുപോലെ പകർത്തുന്ന ആളാണ് അനി. അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും ഞാനായിട്ട് നയനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അവനോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവനായിട്ട് നയനെ സ്നേഹിക്കുന്നതാണ്, നയനെ സ്വന്തം അമ്മയെ പോലെയാണ് അനി സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നയന അത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ട്, അവൻ അത്രത്തോളം അവളെ നല്ലതുപോലെ അവളുടെ സ്വഭാവങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അനി നയനെ ഒരു അമ്മയെ പോലെ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് പോയി. അവിടെയും പിന്നെ നല്ല കാര്യങ്ങളൊന്നും എന്തായാലും ജാനകിയും ജലജയും പറയാൻ പോകുന്നില്ല. എപ്പോഴും നയനയുടെ കുറ്റങ്ങളും പറഞ്ഞ് തൻ്റെ മരുമകൾ നല്ലവളാണ്, നയന തെറ്റുകാരിയാണ് എന്നൊക്കെ സ്ഥാപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ തന്നെ അവർക്കിടയിൽ സംഭവിച്ചത്. തിരിച്ച് അനി പുറത്ത് നിൽക്കുമ്പോൾ അനിയെ വന്ന് കണ്ടതിന് ശേഷം നയനെ കുറിച്ച് കുറ്റം പറയുകയും നീ എന്തുകൊണ്ട് എൻ്റെ മരുമകളെ വിളിച്ചുകൊണ്ട് വന്നില്ല എന്ന് അനിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്കതിന് താല്പര്യമില്ലെന്നും അവളുടെ സ്വഭാവം തന്നെയാണ്, എനിക്ക് അവളോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവിടെ തന്നെ നിൽക്കട്ടെ, മുത്തശ്ശൻ്റെയും അച്ഛൻ്റെ ഒക്കെ അഭിപ്രായം അത് തന്നെയാണ്, ദേഷ്യത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ഇറങ്ങി പോയവൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് തന്നെയാണ് അവരുടെയും അഭിപ്രായം. എന്നാൽ എൻ്റെ മരുമകളെ എനിക്ക് മകള് പോലെയാണ്, അതുകൊണ്ട് അവളെ വിട്ടുകളയാൻ എനിക്ക് പറ്റത്തില്ലെന്നും നന്ദുവും നയനയൊക്കെ നിന്റെ മനസ്സ് മാറ്റിയത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ ഒരിക്കലും അവളെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അനാമികയെ വിളിച്ചുകൊണ്ട് വരാത്തത് എന്ന് പറയുമ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അനാമികയുടെ സ്വഭാവം ഒട്ടും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കാത്തത് എന്നുകൂടി അനി പറയുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അനാമികയെ വിളിച്ചുകൊണ്ടുവരും, ഞാൻ നാളെ തന്നെ അനാമിക ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നും ആരൊക്കെ തടഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പിന്നെ എൻ്റെ മകളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എന്ത് ചെയ്യുമെന്ന് ഇത് ആരും പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് പ്രതികരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചിട്ടാണ് ജാനകി പോയത്. എന്നാൽ നയനയുടെ ആ ഒരു നന്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാവരും നയനേട്ടത്തെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനി മിണ്ടാതിരിക്കുന്നത്. എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം, അനാമികയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ. പക്ഷെ ഇതിങ്ങനെ നീണ്ടു പോവാണ്, ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ.